ഇതിൻ്റെ വലിപ്പം ഞാൻ കാണിച്ചു തരാം. വേണ്ട ഇവിടെയെല്ലാം ഇങ്ങനെ കൊല പോലെ പിടിക്കുന്നുണ്ട്. എല്ലാം പറഞ്ഞിട്ട് കാണുന്നില്ല. വേണ്ട കൊല പോലെ വൈനിങ്ങ പിടിക്കുന്നു. ഇപ്പം എല്ലാവരും വെള്ളമില്ലാന്നോ സമയമില്ലാന്നോ വിചാരിച്ചിട്ടൊന്നും മടിച്ച് കയറി അത്ര സമയം വേണ്ടല്ലേ. അപ്പോൾ നമ്മളിതാ ചക്ക റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മ എല്ലാവരും ചോറിക്കാനിരുന്നു. അമ്മ ഇന്ന് രാവിലെ തന്നെ നമ്മളേതാ നട്ടിക്കെല്ലാം പന്തലിട്ട് കൊടുക്കുന്ന പണിയിലാണ് കേട്ടോ. അച്ഛൻ കുറച്ച് നേരം സഹായിച്ചിട്ടുണ്ടായിനി കയറെല്ലാം വലിച്ചു കെട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പം അമ്മ ഇതാ പാറക്ക് പോയിട്ട് ഒല്ലല് എന്നല്ല അറിയില്ല അമ്മ. അപ്പൊ ഇത് അതിങ്ങനെ അതിന്റെ മേലെ ഇട്ട് കൊടുക്കണേ. വല കുറച്ചേ എത്തുന്നില്ല, കുറച്ച് മാത്രമേ ഉണ്ടായിട്ടു. അപ്പൊ ഇതിനല്ലത് ഇട്ട് കൊടുക്കാം. വല നല്ലത് വല ഉണ്ടായതുകൊണ്ട് വല കെട്ടി കൊടുത്തു. മറ്റേതാകുമ്പോ തണ്ടു നൂണെല്ലാം കുറേ വേണം. ഇതാകുമ്പോ ഇങ്ങനെ അടിയെല്ലാം വലിച്ചു കെട്ടി തെങ്ങിനും ഈ മാവിനെല്ലാം വലിച്ചു കെട്ടിയിട്ടായിരുന്നു. പിന്നെ അവിടെ ഞാലിക്ക് എല്ലാം കെട്ടിയിട്ട് അങ്ങനെ വലിയ കയറുകൊണ്ട് കെട്ടിയത്. ഇനി ഇതിന്റെ മേലെ കുറച്ച് ഇല്ലി ഇട്ട് കൊടുത്താൽ നമ്മളെ പന്തൽ റെഡിയായി. പിടിക്കേണ്ട കാര്യം ഇനി വരാതെ. അപ്പൊ ഇവിടെ പയറും കൊടവരിക്കും ഇതെല്ലാം ഉണ്ട് കേട്ടാ. അപ്പൊ ചീരിയും എല്ലാം ഉണ്ട്. ഇതാ കയ്പേന്റെ തൈ ഉണ്ട്. കൊടവരിക്ക പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അമ്മേതാ. പിന്നെ വെണ്ടക്കയെല്ലാം ഉണ്ട്. അതെല്ലാം കാണിച്ചു തരാം. വെറൈറ്റി വെണ്ടക്കയെല്ലാം ഉണ്ടല്ലോ അമ്മ. നല്ല രസമുണ്ട് അമ്മേനെ ഇങ്ങനെ ഇല്ലീൻ്റെ ഉള്ളിലേക്ക് കൂടെ ഇങ്ങനെ കാണുമ്പോൾ. അവിടെ തന്നെ കുറേ ആയില്ല അമ്മ. ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടല്ലേ. ഞാനിവിടുന്ന് വിൽക്കാം. ഇതിനെ തല പൊട്ടിപ്പോന്നു വിൽക്കും. അയ്യോ പോരെ. അപ്പോൾ ഇവിടുത്തം വരെ ഇങ്ങനെ വലിയുണ്ട് കേട്ടോ. വലിയില്ലാത്ത ഭാഗത്തെല്ലാം ഇതേപോലെ ഇല്ലിട്ട് കൊടുക്കുകയെന്നേ. അതിൻ്റെ പേരടിക്കാൻ പന്തലാട്ടിക്ക് കയറാൻ ഇങ്ങനത്തെ എല്ലാം സഹായം വേണം. അപ്പോൾ എനിക്ക് എത്തുന്നില്ല ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ലിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തായൽ കുണ്ടിലേക്ക് ഇറങ്ങിയിട്ടാകുമ്പോൾ തൈത്തടത്തിൽ ഇറങ്ങിയിട്ടാകുമ്പോൾ എനിക്ക് എത്തുന്നില്ല. ഇവിടുന്നാണെങ്കിൽ എത്തും. അപ്പോൾ ഇവിടെയെല്ലാം വല കെട്ടിയിട്ടുണ്ട്. അതെ മതി. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും പടക്കം മേലെ പിടിച്ച് അതിനുള്ളിലേക്കെല്ലാം ആക്കി കൊടുക്കാം നമുക്ക്. മൊട്ടാമ്പളി കുറച്ച് തന്നേ. അതെ നമ്മൾ ഇവിടെ വെള്ളമെല്ലാം കൊള്ളുന്നതുകൊണ്ട് നല്ലവണ്ണം മൊട്ടാമ്പളി ആയിട്ടുണ്ട് കേട്ടോ. അതാ നല്ല മൊട്ടാമ്പളിയാണ്. മഴക്കാലത്താണ് എന്തെല്ലാം ഉണ്ടാവും. ഇപ്പം വെള്ളം കിട്ടുന്നോണ്ടായിരിക്കും. ഇതെന്തോ ഒരു മോശം നല്ല ഉതിരലായി കുറേ ഉണ്ട് കേട്ടോ. നിറച്ചും പിടിച്ചിന്. നല്ല മൊട്ടാമ്പളി. നല്ല വലുതല്ലേ. നല്ല പഴുത്തല്ല മധുരണ്ടമ്മേ. പഴുത്ത് കൂട്ടാനോണോ. അത് ഈ ലോകൊന്നും കണ്ടിട്ടാന്ന് തോന്നും. ലോകുന് ഭയങ്കര ഇഷ്ടമാണ്. കുഞ്ഞിനോ കുഞ്ഞിനോട്ടെ അതിലുണ്ട് ക്ലാസ്സിന് നിറച്ചും പിടിച്ചിട്ടുണ്ട് കേട്ടോ. അതാ കൊല തന്നെ. അതിൻ്റെ അടിയിലാന്ന് കാണല്. വേല പറഞ്ഞിട്ട് മേലെ കാണല്. അപ്പം നമ്മ ഇവിടെ വന്നിട്ടില്ല വെച്ചാൽ നമ്മളെ വെണ്ടയ്ക്കെല്ലാം പാകമായിട്ടുണ്ട് പരിക്കാൻ വേണ്ടിയിട്ട്. വിളവെടുക്കലാന്ന് കേട്ടോ ഇന്ന്. ചുവന്ന വെണ്ട. നമ്മളെ ചുവന്ന വെണ്ട. പിന്നെ ഈ വെണ്ട ഏതാമ്മ? ഒരു വെറൈറ്റി വെണ്ടയല്ല, ഉണ്ട വെണ്ട. എന്നെ പോലെ തടിച്ച വെണ്ട. സ്വയം ട്രോളേന്ന് അമ്മ. നല്ല ഉണ്ട വേണ്ട കേട്ടാ. വെറൈറ്റി ഇതുവരെ ഇങ്ങനത്തെ വേണ്ട നമുക്ക് ഉണ്ടായിട്ടില്ല അമ്മ. ഒന്ന് എന്നെ പോലെ ഒന്ന് രുചിനെ പോലെ. ഏറ്റവും വലിയ തടിച്ചത് ഞാനായിരിക്കും.
അപ്പോൾ ഇതാ നല്ല 2 വെണ്ട 3 വെറൈറ്റിയാണ്. ചുവന്ന വണ്ടിയൊന്നും നമുക്ക് ഇതുവരെ ഉണ്ടായിട്ടാ. ഈ ഉണ്ട വണ്ടി ഇതുവരെ ഉണ്ടായിട്ടല്ല അമ്മ. ഇങ്ങനത്തെ വേണ്ട ഇത് നമ്മൾ പഴുക്കുന്ന വഞ്ചിച്ച് കുരുവെന്നാണ് എനിക്ക് മൂത്ത് പോയാ ഇല്ല. കാണുമ്പോ വലിയ സാമ്പാറിലിട്ട വലിയ വട്ടായിരിക്കുമല്ലോ ഉണ്ടാവല്. നല്ല ഉണ്ട്. അപ്പൊ നമ്മളൊരു കുഞ്ഞു മത്തനാണ് കേട്ടോ നമ്മൾ ആദ്യം നട്ടിന്. പക്ഷെ മത്തൻ പിടിച്ചത് കുറവാന്ന്, ഒറ്റൊരു മുടി വന്നതേ ഇല്ലു. അതങ്ങാടി ഉണ്ട്. ഇത് അമ്മ പ്രാണിയൊന്നും കാണാണ്ടിരിക്കാൻ ഇവിടെ പൊത്തി വെച്ചിട്ടായിരുന്നു കേട്ടോ. ഒരു കുഞ്ഞു മത്തൻ ഇവിടെ ആവുന്നുണ്ട്. അതേപോലെ തന്നെ അവിടെ പൊത്ത പ്രാണിയെല്ലാം കണ്ടാൽ പിന്നെ വെച്ചക്കൂര. പിന്നെ ഇവിടെ എല്ലാ വെറൈറ്റിയും ഉണ്ട്. കൊടോരിക്ക ഉണ്ട്, പച്ചച്ചീരി ഉണ്ട്, നമ്മളേതാ എന്നാ കൈപ്പക്ക ഉണ്ട്, പയറുണ്ട്. ഇതെല്ലാം പിടിച്ചു തുടങ്ങിട്ടാ. ചീര, ചുവന്ന ചീര ഉണ്ട്. കപ്പക്ക ആവുന്നുണ്ടാവേ. ആ കപ്പക്ക ആവുന്നുണ്ട്. ചീര നാളെ പറിക്കാല്ലേ. ഇന്ന് നമ്മ ചക്ക ഉണ്ടാക്കുന്നുണ്ട് കേട്ടാ. ഇത് പറിക്കാനായാ? ഇത് വേറൊരു തരം പയറാണ്, സാദാ പയർ. അപ്പം എല്ലാത്തിനും വെള്ളമുണ്ട്. അപ്പം ഞാൻ പാത്രം കഴുകിയ വെള്ളമല്ല, നമ്മളിപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും പിന്നെ അരി കഴുകിയ വെള്ളം, പിന്നെ എല്ലാം ഇങ്ങനെ കഴുകിയ വെള്ളം ഉണ്ടാവില്ല, എല്ലാം ഒരു ബക്കറ്റിൽ ഒഴിച്ച് നോക്കും ഞാൻ. ആ വെള്ളമെല്ലാം ഞാൻ രാവിലെയും വൈകുന്നേരം ആകുമ്പോൾ ഒരു ബക്കറ്റ് നിറയും, പിറ്റേന്ന് ഒരു ബക്കറ്റ് നിറയും. അപ്പം അതെല്ലാം ഇതിൽ ചാക്കിൽ നട്ടുകൊണ്ട് അത്രയും വെള്ളം ഒഴിക്കും. രാവിലെയും വൈകുന്നേരം ഒഴിക്കണം ചാക്കിൽ നട്ടതിന്. അപ്പം അതിന് അത്രയും ഉണ്ട്, ഓരോ വാട്ട വെള്ളവും രാവിലെയും വൈകുന്നേരം അങ്ങനെ ഒഴിച്ചാൽ മതി. വെള്ളം ഇല്ലാന്ന് വെച്ചിട്ട് ആരും ടെൻഷൻ അടിക്കണ്ട. അതേപോലെ നമ്മൾ അരി കഴുകിയതും മീൻ കഴുകിയ വെള്ളം ഒരു ചിക്കൻ കഴുകിയ വെള്ളം എല്ലാം ഒഴിക്കാൻ പറ്റും. എല്ലാം ഒരു ബക്കറ്റിലാക്കി വെച്ച് കഴിഞ്ഞാല് നമുക്കത് ഒഴിച്ചാൽ നല്ല. ഇതേപോലെ ചെറിയൊരു അടുക്കളത്തോട്ടം നമുക്ക് ഉണ്ടാക്കാം. പാടിങ്ങനെ അയറിട്ടൊന്നുമില്ല, അതെല്ലാം ഉണ്ടായാൽ തന്നെ. പഴത്തിന്റെ തൊലിയെല്ലാം നമ്മ ഇട്ട് കൊടുക്കല്. പഴത്തിന്റെ തൊലി കഞ്ഞീര വെള്ളം നേർപ്പിച്ചിട്ട് അത് ഒഴിക്കും. അത് വേറെ ബക്കറ്റ് തന്നെ ഒഴിച്ചു കൊടുക്കും. അത് നേർപ്പിച്ചിട്ട് ഒന്നരാടം അത് ഒഴിച്ചു കൊടുക്കും. അപ്പം നമുക്ക് ആവശ്യത്തിന് ഇടക്കിടക്ക് നമുക്ക് ഉപ്പേരിയൊക്കെ ഉണ്ട്. പിന്നെ നമ്മളെ മീറ്റർ പയർ പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, അത് നമുക്ക് കാണിച്ചു കൊടുക്കണ്ടേ. അപ്പൊ ഇതാ നമ്മളെ മീറ്റർ പയർ ഇവിടെ പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വലിയ പയറാണ്. ഇതിന്റെ വലിപ്പം ഞാൻ കാണിച്ചു തരാം. വേണ്ട, ഇത് ഒരു 2 ഉണ്ടായാൽ മതി ഒരു ഉപ്പേരിക്ക് എനിക്ക് തോന്നുന്നല്ലേ. അത്രയും വലിയ പയറാണ്. ഏറ്റവും കുറഞ്ഞത് ഒരു 60 സെന്റിമീറ്റർ എങ്കിലും ഉണ്ടാവും കേട്ടാ. ഇതാ അതിന്റെ ചെറുമാതിരി ഇടെല്ലാം പിടിക്കുന്നുണ്ട്. അമ്മയും ഞാനും ഒന്നിച്ച് നട്ടിയാണ്. അമ്മ ഇപ്പുറം ചാക്കിൽ നട്ടു, ഞാൻ അപ്പുറം മണ്ണിൽ നട്ടു. എൻ്റെത് ചെറിയ കുഞ്ഞിത്തൈ പടക്കാൻ കളിക്കുന്ന ഇരുന്ന് ഞാൻ തന്നെ നട്ടു കൊടുത്തിന്. പക്ഷെ ഓള് എന്താ അറിയില്ല, ഞാനിത് ചാക്കലായതുകൊണ്ട് വേഗം നന്നായി. ഞാൻ പറഞ്ഞേ മീൻ കഴുകിയ വെള്ളവും ഇറച്ചി കഴുകിയ വെള്ളം എല്ലാ വെള്ളവും ഞാൻ എല്ലാത്തിനും ഒഴിച്ചു കൊടുക്കലുണ്ട്. ഓളിനവിടെ പൈപ്പ് പിടിച്ചിട്ട് ഇങ്ങനെ അടിക്കലാന്ന്. അത് അതെയാ. അതിപ്പം ഇങ്ങനെ പടന്നിട്ട് ഇങ്ങനെ കേറാൻ കളിക്കുന്ന. ഞാൻ ഇന്ന് ലിജോട് പറഞ്ഞു, അമ്മയെന്ന് പറഞ്ഞാൽ അത് മീറ്റർ പയറാന്ന്, നീ നട്ടതാണ്, ഞാൻ ഇതിൽ പിടിക്കാൻ തുടങ്ങി പറഞ്ഞു. അതിനുശേഷം ഞാൻ അതിനെ നല്ല വൃത്തി നോക്കാൻ തുടങ്ങി. ഇന്നലെ നമ്മളെ കമ്പോസ്റ്റ് ഇല്ലേ, ജൈവവളം, നമ്മളെ വീട്ടിലെ പച്ചക്കറി ഇതെല്ലാം മുറിച്ചാലെല്ലാം ഇട്ട് കൊടുത്താൽ നല്ല കമ്പോസ്റ്റ് ആവും. അത് 2 ഉണ്ട് നമുക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയാണ്. അപ്പോൾ അതിലത്തെ വളമെല്ലാം വാരി ഇട്ട് കൊടുത്ത് നല്ല വൃത്തി നോക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മീറ്റർ പയർ എനക്ക് പിടിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം, അമ്മയാണ് ജയിച്ചത് കേട്ടാ. അന്നേ പറഞ്ഞെങ്കിൽ ഞാൻ അമ്മേനേക്കാൾ ഉഷാറാക്കട്ടെ. ഇടക്കിടക്ക് ഞാൻ സമയം കിട്ടാണ്ടിരിക്കുമ്പില്ലേ നാളെ ഇരിക്കാന്നെല്ലാം വിചാരിക്കും. ഒന്ന് പറിക്കാനായല്ലേ? ഇതും പറിക്കാനായി, നാളെ പറിക്കാം. നമുക്ക് എന്താ വെച്ചാല് ഇത് നാളത്തേക്ക് വെച്ചാൽ ഇത് മൂത്തു. അപ്പോൾ ആദ്യത്തെ മീറ്റർ പയർ വിളവെടുത്തിട്ടുണ്ട് കേട്ടാ. വലിയ പയർ ഇതെല്ലാം നമുക്ക് പറിക്കാം. അപ്പോൾ 2 വഴുതനങ്ങ ആയിട്ടുണ്ട്, അതും പറിക്കാം. അപ്പോൾ ഇതാ വഴുതനങ്ങ അമ്മ ചാക്കിൽ നട്ടയാന്ന് കേട്ടാ. ഇവിടെയെല്ലാം ഇങ്ങനെ കൊല പിടിക്കുന്നുണ്ട്, എല്ലാം പറഞ്ഞിട്ട് കാണുന്നില്ല. അതാ വേണ്ട കൊല വഴുതനങ്ങ പിടിക്കുന്നു. അപ്പോൾ എല്ലാവരും വെള്ളമില്ലാന്നോ സമയമില്ലാന്നോ വിചാരിച്ചിട്ടൊന്നും മടിച്ചിട്ട് അത്ര സമയം കൊണ്ട് ലേശം മണ്ണ് ചാക്കിലാക്കിയിട്ട് അടിയിൽ ഇല ഇടും. അതിൻ്റെ മീത്ത മണ്ണിടും. വെള്ളവും അല്ല അത് കോഴിവളം ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ പിന്നെ ചേരിച്ചോറും മണ്ണും പിന്നെ ചപ്പാത്തി ചവിണ്ണിയെല്ലാം കൂടെ മിക്സ് ആക്കിയിട്ട് വാരിയിട്ടിട്ട് അതിൽ നട്ടലാണ്. അപ്പം അത് നമുക്ക് എല്ലാവർക്കും നട്ടു. ഉത്സവത്തിന് പോയിട്ട് എല്ലാവർക്കും ചുമ വന്നിട്ടുണ്ട്, പൊടി മാറിയിട്ട്. ഇത് അധികം വളരാത്ത വൈനിയാണ് കേട്ടോ. ഇത്രേ വളരൂല്ലോ അല്ലേ? എല്ലാവർക്കും 2 പറിച്ച് 2 ദിവസം കഴിഞ്ഞ് നമുക്ക് ആദ്യം പറിക്കാനായി. ബാക്കിയുടെ ചെറുത് അത്ര നമുക്ക് പിന്നെ പറിക്കാം. അപ്പോൾ ഒരു വറവിനുള്ള സാധനം കിട്ടിയിട്ട് ആ വെണ്ടയ്ക്കയും പയറും വൈനിങ്ങെല്ലാം മിക്സ് ആക്കിയിട്ട് നമുക്ക് വറുക്കാം. ഇതിൻ്റെ ഇടക്കും വറുത്തിട്ടുണ്ട്, നല്ല രസമാണ്.
അടുക്കളത്തോട്ടം എന്ന് പറഞ്ഞാൽ നമ്മളെ ചെറിയൊരു അടുക്കളത്തോട്ടാണ്. മഴക്കാലമായാലും വേനൽക്കാലം ഞാനിങ്ങനെ നട്ടിട്ടുണ്ടാക്കാറുണ്ട് എന്തായിട്ട് ഇങ്ങനെ. പച്ചപ്പറങ്കിയും ഉണ്ട് കേട്ടോ പറിക്കാനായിട്ട്. അതെ പച്ചപ്പറങ്കി പിന്നെ എപ്പോൾ അധികം പറിക്കലുണ്ട്. പിന്നെ ഇതാ ചീര നമുക്ക് നാളെ പറിക്കാട്ടോ. അതാ അന്ന് നമ്മ പറഞ്ഞിട്ടേ പൊട്ടി തെക്കുന്ന് ഇതേപോലെ മുറിച്ച് കഴിഞ്ഞാൽ. അതേപോലെ ഇതാ 3ാമത്തെ പ്രാവശ്യമാണ് ഇപ്പോൾ തെത്തിട്ടില്ലേ. 2ാമത്തെ പ്രാവശ്യം നമ്മൾ പറിച്ചല്ലോ തെത്തത്. ഇത് കാന്താരീൻ്റെ തയ്യാന്ന് കേട്ടാ. അതേപോലെ ഇതാ ചാക്കിലും വേറെ ഇതൊന്നമ്മ കൊടവരിക്ക കടവളത്തിന്റെ തൈ ഉണ്ട്, കടവലും ഉണ്ട് അല്ലേ. ഇത് പയർ നട്ടിട്ടുണ്ട്. മീറ്റർ പയർ തന്നെ, മീറ്റർ പയറിന് വണ്ടിയുണ്ട് ചാക്കില്. ഇതാ മത്തനുണ്ട് ഇടാ. ഇതാ മത്തൻ പടന്നു പോകുന്നുണ്ട്. മത്തം പിടിച്ചില്ലെങ്കിൽ നമുക്ക് ഇലയെല്ലാം പറിച്ച് വെറുക്കാം. ഇത് നമ്മളെ വെള്ള ഉണ്ട വൈനിങ്ങൻ്റെയാണ് കേട്ടാ. ഇത് പിന്നെ ഈ ചാക്കിലുണ്ട്. പിന്നെ പച്ചപ്പറങ്കി ഇവിടെ പറിക്കാനായിട്ടുണ്ട് കേട്ടോ. ഇത് മുന്നേ നട്ടയാണ് നമ്മ അധികം വീഡിയോയിൽ കാണിക്കയില്ലേ ഇന്ന് പറിക്കുന്നത്. 3 കൊല്ലായ 3 കൊല്ലായി ഇപ്പൊ ഈ പറങ്കി എൻ്റെ അടുത്ത് പോകാണ്ട് നിൽക്കുന്നു. അത് പിടിച്ചു കഴിഞ്ഞാലും പിന്നെയും വെള്ളമെല്ലാം ഇട്ട് ആക്കുമ്പോൾ ആദ്യം തെഴുത്തിട്ട് പിടിക്കാൻ തുടങ്ങും കേട്ടോ. അപ്പോൾ പച്ചപ്പറങ്കിയും എടുത്തിട്ടുണ്ട്. വറവിനിലെ എല്ലാ സാധനവും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സമയം കിട്ടുമ്പോൾ ഞാൻ പറയുന്നത് എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കണം. നമുക്ക് എന്നിട്ട് അധികം വളമൊന്നും ഇടാത്ത പച്ചക്കറി നമുക്ക് തന്നെ ഉണ്ടാക്കാം. എന്നിട്ട് ഒരു വാഴയോ ഒരു വാഴ നട്ടാൽ അതിൻ്റെ കൊലയായി, അതിൻ്റെ കൂമ്പായി, അതിൻ്റെ കാമ്പായി എല്ലാം നമുക്ക് വറുക്കാൻ കിട്ടും. വെള്ളവർ അങ്ങനെ ചെയ്തു നോക്കാം. അപ്പം നമുക്ക് പരിപാടി എന്ന് വെച്ചാൽ ചക്ക കൊത്തി. ഈ വർഷത്തെ ആദ്യത്തെ ചക്കയാണേ. അപ്പം നമുക്ക് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട് ഇന്നലെ. അപ്പം ഇന്നലെ പിന്നെ അത് ഉച്ചയല്ലായി. പിന്നെ കാരത്തിന്റെ പണിയെല്ലാം ഉണ്ടായി. അപ്പം പിന്നെ ഇന്ന് വറുക്കായി വെച്ചിട്ട് മൂത്തോ ഇനി വറുക്കാനായതൊന്നും അറിയില്ല, കൊത്തി നോക്കിയാലേ അറിയുള്ളൂ. അതെ, കീറി വറുക്കാൻ പാകത്തിൽ ആയിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നു. അതെ, ഇതിപ്പം വേഗം വറുക്കണം. വൈകുന്നേരം ഒരു കാരപ്പം കൊടുക്കാനുണ്ട്. 4 മണിക്ക് ഓർഡർ ഉണ്ട്. അതിന് മുന്നേ നമുക്ക് ചക്കപ്പണിയെല്ലാം തീർക്കാൻ വേഗം പാമേ. അതെ. അപ്പോൾ ഇതാ അമ്മ ചക്ക കൊത്താൻ വേണ്ടിയിട്ട് മൗവെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അമ്മ ഇപ്പം മഴുവിനെ കൊണ്ടാണ് കേട്ടോ ചക്ക കൊത്തൽ. ഇതാ അപ്പൊ നമുക്ക് ചക്ക കൊത്താം അല്ലേ. മൗവെല്ലാം വെള്ളത്തിൽ മുക്കി കഴുകിയിട്ടെടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ വിറക് കൊത്തുന്നതാണ്. ചളി ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് വൃത്തി കഴുകിയിട്ടുണ്ട് മൗ. ഇനി നമുക്ക് ചക്ക കൊത്താം. ഒറ്റ കൊത്തിനെ മുറിക്കെന്ന് പറഞ്ഞാൽ പിന്നെ അതാണ് 2 കുഴപ്പമായി. മൂത്തിനമ്മ മൂത്തിനല്ലേ. അപ്പൊ ഈ വർഷത്തെ ആദ്യത്തെ ചക്ക ഞാൻ ഇത് കാണുമ്പോൾ ചേച്ചി ഇത് കാണുമ്പോൾ ഞാനൊന്ന് വിചാരിച്ചാൽ ചേച്ചി ഇത് വറുക്കാനൊന്നും ആയിട്ടുണ്ടാവില്ല. അതിൻ്റെ കരുള് വേണ്ടിയിട്ട് അപ്പൊ നല്ലോണം വറുക്കാനായിട്ടുണ്ട്. എന്താ ചക്കേനെ മുമ്പേ നമുക്കിവിടെ ചക്ക അടിയലാണ്. ഒന്നും പിടിക്കുന്നില്ല. ഇപ്പം ഞാൻ അടിച്ചു വരുമ്പോൾ ഇതിൻ്റെ മേലേക്ക് ഒന്ന് പിടിച്ചുകൂടെ ആയിരുന്നു. മൈപ്പൂരാവുന്നുണ്ട്, എല്ലാം ഉതിരുന്നുണ്ട്. ഇനി ലാസ്റ്റേറ്റം പിടിച്ചെങ്ങനെയായി പിടിച്ചിട്ടായിരുന്നു. ഒന്നും പിടിച്ചിട്ടാടാ. മുമ്പേ ഇഷ്ടം പോലെ ഉണ്ടാവലുണ്ട്. ഇപ്പൊ ഒന്നുമില്ല. എത്ര പിടിക്കല് അത് മുറിച്ചു. ഇപ്പം ആടെ റോഡമ്മ വീണടിയുന്നതായിട്ട് വാതുക്കുള്ള 2 മുറിച്ചു വീടന്നെ വാതുക്കന്നെ ഇല ഉതിർന്നിട്ട് ചക്കക്ക് പേടഞ്ഞ് ആശ്രയിക്കണം. പ്ലാവുണ്ട്, ചക്ക പിടിക്കുന്നില്ല. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് ഇരിഞ്ഞെടുക്കാം. കുത്തിയിട്ട് ആദ്യം വഴഞ്ഞറയിലൊന്ന് കളഞ്ഞെടുക്കണം. അപ്പോൾ ഈ പ്രാവശ്യത്തെ ആദ്യത്തെ ചക്ക ആയതുകൊണ്ടാണ് കേട്ടോ സ്പെഷ്യലായിട്ട് നമ്മ ഇങ്ങനെ കാണിക്കലും ചെയ്യുന്നത്. ചക്ക ഇപ്പം നമ്മ ആദ്യമായിട്ട് കിട്ടുന്ന എന്തായാലും നമ്മൾ സ്പെഷ്യലായിട്ട് നമുക്ക് പ്രിയപ്പെട്ട സാധനങ്ങളെല്ലാം. അതുപോലെ ചക്കയും മാങ്ങയെല്ലാം നമ്മള് ഒരു കൊല്ലം തുടങ്ങും. ആ ഒരു സീസൺ ആകുമ്പോൾ ആദ്യം കിട്ടുമ്പോൾ നമുക്ക് ആദ്യം ഒരു ഭയങ്കര സ്പെഷ്യൽ ആയിരിക്കും. പിന്നെ തിന്ന് മടുപ്പ്. എനിക്ക് മടുക്കൊന്നും ചെയ്യില്ല. എനിക്ക് ചോറ് കിട്ടിയില്ല ചക്ക തിന്നില്ല. മുമ്പേലെ ഒരു ചക്കേന്റെ കഷ്ണം കിട്ടിയാൽ ഇതാ ഈ കൈരോട് ഇങ്ങനെ ചെത്തിയിട്ട് ഇതിങ്ങനെ തരിച്ചിട്ട് ഈ പീലി അടക്കം ചെത്തിയിട്ട് വെക്കും. നല്ല രസമാണ്. പക്ഷെ കൂടേണ്ട സാധനം എല്ലാം കൂട്ടണം. വെളിച്ചെണ്ണയെല്ലാം നല്ലോണം തേങ്ങയെല്ലാം നല്ല ടേസ്റ്റാണ്. ഇതെല്ലാം തിന്നണ്ട് ചെയ്യേ. ഞാനിടക്കെല്ലാം ചിലപ്പോൾ ആദ്യമായിട്ടും കിട്ടുന്ന ചക്കയെല്ലാം ലേശം കുറവാണെന്നുണ്ടെങ്കിൽ ഇത് അടക്കാക്കിയിട്ട് ഞാൻ കുക്കറിലിട്ട് പൊരിച്ച് നിങ്ങൾക്കെല്ലാം തരലുണ്ട്. അതിന്റെ കൂട്ടത്തില് പെടുമ്പോ തിരിയൊന്നും ചെയ്താലേ. ഇതെല്ലാം വെന്ത് ഇതാവൂലേ. ചക്കേന്റെ ഒന്നും കളയാനില്ല സത്യം പറഞ്ഞാല്. കോരും എല്ലാം തിന്നണ്ടല്ലേ. ചക്കക്കുരു അമ്മ മണ്ണിൽ പൂത്ത് വെച്ചത് ഇപ്പൊ തീർന്നിനി കേട്ടാ. നമ്മ ഇതാ 1 കൊല്ലം വരെ ഉപയോഗിച്ചു എത്തിയത്. ഈ കൊല്ലം അത് എനിക്ക് ചക്ക കിട്ടിയാൽ നമുക്ക് അത് നമുക്ക് സൂക്ഷിച്ചു വെക്കാം.
കിട്ടട്ടെ. അപ്പം ഇതെല്ലാം നമുക്കൊന്ന് കൊത്തി ഇരിയിട്ട് ആദ്യം വെളിച്ചെണ്ണ തൊഴണം, എന്നല്ലെങ്കിൽ കൈക്കെല്ലാം ഒട്ടിപ്പിടിക്കും. വെളിച്ചെണ്ണ ഞാനിവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് അതല്ലേ. ചക്കയെല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. കുരു ഇതാ വേറെ തന്നെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല വൃത്തി കഴുകിയതിന് ശേഷം നമുക്ക് കുറച്ച് കറമ്പലെല്ലാം ഉണ്ട്, കറമ്പലെല്ലാം വേണം കുറച്ച്. അതെ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുരു അടിയിലിട്ട് കൊടുക്കാം കേട്ടോ. ആ കുരുവിന് കുറച്ച് വേവ് കൂടുതലില്ലേ. ചക്ക കൊത്തുമ്പോൾ ഞാൻ വിചാരിച്ചു ചെയ്യും പകുതി ഇന്ന് വെക്കാം, പകുതി നാളെയും വെക്കാം. അപ്പോൾ ഇത് വെച്ച് വെക്കാനേ ഇല്ലു അല്ലേ? ഉരുക്ക് വെക്കാനായിട്ട് ചെറിയ ചക്കയല്ലേ. ചക്കയിൽ ഇരിഞ്ഞ് കുക്കറിൽ ഇട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി എത്ര ഉണ്ടമ്മ? 1/2 ടീസ്പൂൺ. 2 സ്പൂൺ ഇട്ടിട്ടുണ്ട്. വെച്ചാൽ കുരുമുളകാണ് നല്ലത്. മഞ്ഞൾപ്പൊടി കുറച്ച് ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മളെ നാടൻ കുരുമുളക് നല്ല മണം. അമ്മ ഇതിൻ്റെ ഇടക്ക് ഉണക്കിയിട്ട് വെച്ചതാണ്. അതിപ്പോൾ അമ്മയിൽ പൊടിച്ചെടുത്തതാണ് കേട്ടോ. കുരുമുളക് പൊടി അധികം ഇട്ട് കൊടുക്കുന്നുണ്ട്. പെണ്ണുകാർക്ക് കുരുമുളകാണ് കുറച്ചധികം ഉണ്ട്. മുളക് പൊടി കുറച്ചേ ഇടുള്ളൂ. കുരുമുളക് പൊടിയാണ് നല്ലോണം ഇടല്. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. വേണം തോന്നുമെങ്കിൽ അന്നേരം വറുത്തിടുമ്പോൾ അതി ഇടാം കേട്ടോ. തേങ്ങ, വെളുത്തുള്ളി, ചതച്ച വെളുത്തുള്ളി, തേങ്ങ എല്ലാം ഒന്നിച്ചിട്ട് നമ്മൾ കുക്കറിൽ ഇങ്ങനെ വെക്കലാണ് കേട്ടോ. 3 വിസിലടിച്ചിട്ട് വെക്കാം. വേഗാവും, എളുപ്പപ്പണിയാണ്. അരി അടുപ്പത്തുണ്ട് പുറത്ത്. ഇതായാൽ ഇപ്പം വേനൽക്കാലത്ത് വെള്ളം നല്ലോണം വേണം. മഴക്കാലമാകുമ്പോൾ വെള്ളം കുറച്ചേ കൊണ്ടു. അപ്പം വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട്. ഒരു അരപ്പാട്ടയിലധികം ലേശം വെച്ച് കൊടുത്തേ അല്ലേ. അപ്പോൾ 2-3 തണ്ട് കരിയാമ്പുണ്ട്. കരിയാമ്പിലെ പ്രധാനം അതിൻ്റെ മണം ചക്കക്ക് വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. വറുത്തിടുമ്പോൾ നമുക്ക് കുറച്ചിടാം. നമുക്കെല്ലാം കൂടി ഒന്ന് അടച്ചു വെച്ചിട്ട് 3 വിസിലൊന്ന് അടിച്ചെടുക്കാം. എൻ്റെ ഇടയ്ക്ക് ഇതാ കപ്പൊക്കെ തിന്നുന്നുണ്ട് അമ്മ. പഴുത്തിട്ട് ഇതിൻ്റെ ഇടയ്ക്കുണ്ട് ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ചിട്ട് എന്നാന്ന് ഇതിന് മുഹൂർത്തം രുചി ഇപ്പം മുറിച്ചിട്ട് എല്ലാം പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. അത് കാണുമ്പോൾ ഞാൻ പച്ചക്കുന്നതാണ്. ചക്ക 3 വിസിലടിച്ചേ. അതെ. അപ്പോൾ നല്ല പഴുത്ത കപ്പക്ക എല്ലാം അതുകൊണ്ട് നല്ല തണുപ്പുണ്ട് ഫ്രിഡ്ജിൽ വെച്ചോണ്ട്. അപ്പോൾ ഇതാ നമ്മളെ ചക്കയെല്ലാം വെന്ത് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് വറുത്തിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം അല്ലേ. ഇതിങ്ങനെ കാണുമ്പോൾ ലുക്കില്ലല്ല. വറുത്തിട്ടിട്ട് അത് ഇളക്കിയിട്ടാകുമ്പോൾ നല്ല ലുക്ക് വരും. ഇതിൻ്റെ അരവലിൻ്റെ അടിയിലേ ഉണ്ടാവില്ലല്ലേ മിക്കവാറും. ചക്കയല്ലേ കടികളാണ് കിട്ടും. ചക്കക്ക് വറവ് വേണം അല്ലേ. ഉഴുന്ന പരിപ്പും കൂടെ വേണമായിരുന്നു. ഇല്ല, ഉഴുന്നിരിപ്പില്ല. അതിൻ്റെ ഇടക്കെല്ലാം പൊതിർത്തിന് വീട്ടിലേക്ക്. പിന്നെ ഇളക്കിയൊന്ന് സെറ്റാക്കി കൊടുക്കാം. അറിഞ്ഞ് വരട്ടെ. ഇപ്പൊ സെറ്റായി. അപ്പോൾ നമ്മളിതാ ചക്ക റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ലൊരു കറി ആവുന്നുണ്ട്. ഉരുളക്കിഴങ്ങ് അറിയാമേ. 2 വർഷം ഇറച്ചി ഉണ്ടായില്ല. 2 ഉരുളക്കിഴങ്ങ് കൊടുത്തിട്ടൊരു കറി വളരെ കണ്ണോട്ടിക്കാം. അപ്പോൾ ചിക്കനേക്കാളും ഉരുളക്കിഴങ്ങ് ഇല്ല കേട്ടാ. നമ്മൾ കഴിഞ്ഞ ദിവസം ഉത്സവത്തിന് ചിക്കൻ വാങ്ങിയ സമയത്ത് കഴിച്ചതന്നല്ലേ മാം. അതുകൊണ്ട് വേറെ ആക്കാന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ ഇറച്ചി മാത്രം എടുത്ത് വെച്ചാണ്. അപ്പം ഇന്നിപ്പം പിന്നെ ഏതായാലും ഇപ്പം അതൊരു
കറി ആയിക്കോട്ടെ ഉച്ചക്കേക്ക് മീനൊന്നും കിട്ടിയില്ല. ഇന്ന് പിള്ളേർ വീട്ടിൽ തന്നെ ഉണ്ട്. അപ്പൊ അവർക്കൊരു കറി ആയിക്കോട്ടെ വെച്ചിട്ട്. അപ്പൊ എല്ലാരും ചോറ് കഴിക്കാനിരുന്നേ. നമ്മളെ ചക്കയിലൂടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഇന്നലത്തെ മീൻകറിയാണ് കേട്ടോ. കഷ്ണമൊന്നുമില്ല. മാങ്ങയിട്ട് വെച്ച നല്ല പുതിയാപ്പിള കറിയാണ്. മാങ്ങ മാത്രമേ ഇല്ലു. ചാറും ചോദിച്ചാൽ പറഞ്ഞു വരും നമുക്ക് വേണമെന്ന്. അവർക്ക് ഇങ്ങനത്തെ തേങ്ങരച്ച മീൻകറിയെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അതിക്കാക്കട്ടാ. അവന് മാങ്ങയുടെ കഷ്ണമൊന്നും തിന്നൂല. അതുകൊണ്ട് അവന് മാങ്ങയുടെ കഷ്ണം കൊടുക്കാത്തേട്ടാ. അച്ചാറിന്റെ ആണ്. തോന്നുന്നു മാങ്ങയുടെ കഷ്ണം കേട്ടാ. നല്ല പുളിയുണ്ട്. പച്ചയാണെങ്കിൽ ഇപ്പൊ എല്ലാം മറക്കി തിന്നിട്ട് അമ്മക്കുണ്ടേ. ഞാൻ കഞ്ഞിയെടുക്കുന്നു. അല്ല ഇത് ഇതിലാക്കണ്ട് പാത്രത്തിലാക്കി തരാം അല്ലേ. ചക്കയും കഞ്ഞി കൊടുക്കാൻ നല്ല രസമാണ്. അതിക്കും കുറച്ച് അമ്മ എടുത്തിനല്ല. അമ്മ കഞ്ഞിയാണ്. ഞാൻ കഞ്ഞിയാണ്. അമ്മമ്മ കഞ്ഞി. അപ്പൊ നമുക്ക് എങ്ങനെ ചക്ക എങ്ങനെ ഉണ്ട്? ടേസ്റ്റ് ഉണ്ടാ? ഇതൊക്കെ ചക്ക കണ്ടാലോ ഞാൻ പിടിക്കാം. നീ ടേസ്റ്റ് ചോദിക്കോ. ചക്ക എങ്ങനെയുണ്ട് പറഞ്ഞ അമ്മമ്മേന്റെ? രസമുണ്ടാ? ചിക്കൻ സൂപ്പറാണ്. ചക്കയും ചിക്കനും പറഞ്ഞൂടാ, ഉരുളക്കിഴങ്ങ് കറിയാത്തം പറഞ്ഞു. അങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട്. എന്നാലും ഒരു പേരിനൊരു ചക്കയും ചിക്കൻ കറിയും ആയി. രസമുണ്ട്. നമ്മൾ ചോറ് കഴിക്കട്ടെ. എന്താ മാങ്ങയിട്ട് വെച്ച മീൻകറിയത്ത് നല്ല മാങ്ങേൻ്റെ പീസ്. അപ്പോൾ ഇതാ നമ്മ എല്ലാവരും ചോറ് കഴിക്കാനിരുന്നു. അമ്മ ഇവിടെ ഉണ്ട്. ചക്കയും കഞ്ഞിയും കുടിക്കുന്നു. ഇന്ന് ഈ കൊല്ലം കിട്ടിയ ആദ്യമായിട്ടുള്ള ചക്കയാണ്. അതെ, നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം നമ്മൾ അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതാ ചെറിയ അമ്മേൻ്റെ ഒരു അടുക്കളത്തോട്ടും നമുക്ക് ഇപ്രാവശ്യം കിട്ടിയ ചക്കയെല്ലാം ഉണ്ടാക്കി ആയിട്ടുള്ള ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും അമ്മേടെ അടുക്കളത്തോട്ടം ഇഷ്ടപ്പെടണമെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. തീർച്ചയായിട്ടും എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം വീട്ടില്. അപ്പം വീണ്ടും കാണുന്നവരെ ബൈ.